ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും വന്ദനയും ഒരു വിധത്തിലും തിന്നും കുടിച്ച് കിടക്കരുതെന്ന എന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത നയം. മകന് വേണ്ടി ജീവൻ വരെ തരാൻ തയ്യാറായിരുന്ന കുറുപ്പ് സാറിന് ഇതെന്തു പറ്റി? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെന്ന് കയറുന്നിടം മുടിക്കുന്ന പിഴച്ചവളാ വന്ദന. അവളോടൊപ്പം ഇവൻ ജീവിക്കാൻ ഈ ലോകത്തൊരിടത്തും ഈ കുറിപ്പ് സമ്മതിക്കില്ല. മേലിൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ജഗ, എന്താ ജഗ ഇവിടെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ജഗ നിക്ക്. എന്താ, എന്തു പറ്റി? വിക്രം അന്ന് എന്നെ രക്ഷപ്പെടുത്തിയതിന് ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല. അന്നേറ്റ കത്തിക്കുത്തിനേക്കാൾ മൂർച്ചയുള്ള എന്തോ ജഗന്റെ മനസ്സിൽ തെറിച്ചു കയറിയിട്ടുണ്ടല്ലോ. വിക്രം ഇപ്പൊ ഒരു കൗൺസിലറെ പോലെ സംസാരിക്കുന്നു, മനഃശാസ്ത്രം പഠിച്ച പോലെ. ചില കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിന്റെ ക്ലാസ് മുറികളിൽ നിന്നാ, ചിലത് ചില നഷ്ടങ്ങളിൽ നിന്നും. ഒരർത്ഥത്തിൽ ജഗൻ ഭാഗ്യവാനാ. ജഗനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ കൂട്ടിനില്ലേ. വന്ദന നല്ല പെണ്ണ. വന്ദനയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ജഗനെ അലട്ടുന്നത്? മനസ്സാ വാച അറിയാത്ത കുറ്റത്തിന് ആരോ വന്ദന എന്റെ അച്ഛന്റെ മുമ്പിൽ കുടുക്കിയിരിക്കുകയാണ്. അതിന്റെ പേരും പറഞ്ഞ് എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ്. വന്ദന അറിയാത്ത കുറ്റത്തിനല്ലേ? ആ കാര്യം കുറുപ്പ് സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിണക്കം മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. ജഗൻ നടത്തിയിരുന്ന തട്ടുകട ഇപ്പൊ നടത്തുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മകനെ ഒരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ അനുവദിക്കാത്ത അക്രമ രാഷ്ട്രീയക്കാരന്റെ കുപ്പായ ഇപ്പൊ അച്ഛൻ അണിഞ്ഞിരിക്കുന്നത്. സ്വന്തം ഗുണ്ടകളെയും കൂട്ടി വന്ന് അച്ഛൻ എന്റെ തട്ടുകട തല്ലി തകർത്തു. ഞാനും വന്ദനയും ഒരു വിധത്തിലും തിന്നും കുടിച്ച് കിടക്കരുതെന്ന എന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത നയം. മകന് വേണ്ടി ജീവൻ വരെ തരാൻ തയ്യാറായിരുന്ന കുറുപ്പ് സാറിന് ഇതെന്തു പറ്റി? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജഗ, എല്ലാം ശരിയാവും. നമുക്ക് ശരിയാക്കാം. തട്ടുകട മാത്രമേ നടത്തുള്ളൂ എന്ന് ജഗന് വാശിയൊന്നുമില്ലല്ലോ. വരട്ടെ, വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ജഗന്റെ വയറ്റിലേക്ക് കത്തികുത്തി കയറ്റിയവനും തട്ടുകട പൊളിച്ചവനൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം വന്ദനയും നിയമങ്ങളുമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതങ്ങനെയാ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ നമ്മൾ വാശി വൈരാഗ്യം ഒക്കെ മറക്കും. എല്ലാം ശരിയാവും.
ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നത്. ജഗനെ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നു. സങ്കടങ്ങളൊക്കെ മാറ്റിവെക്കണം. ജഗനതിന് കഴിയും. നമുക്ക് വീണ്ടും കാണാം. മോളെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തേക്ക്. ചെക്ക് ചെയ്യണേ. മനോജ്, മാനത്തെ കൊട്ടാ